കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ. മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിലെ ഈ 5-ാം ഞായറാഴ്ച സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെ വാക്യങ്ങളും 8-ാം അധ്യായം 12 മുതൽ 20 വരെ വാക്യങ്ങളും ആണല്ലോ. തിരുനാളിൻ്റെ ആ മഹാദിനത്തിൽ അവിടുന്ന് തന്നെയാണ് ലോകത്തിൻ്റെ പ്രകാശമെന്നും ജീവജലത്തിൻ്റെ ഉറവ എന്നും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ഈശോയെയാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന തിരുനാൾ എന്ന് പറയുന്നത് യഹൂദരുടെ കൂടാരപ്പെരുന്നാൾ അഥവാ സുക്കോത്ത് തിരുനാൾ എന്നതാണ്. 7 ദിവസങ്ങൾ കൊണ്ടാടുന്ന ഈ തിരുനാളിൻ്റെ 8-ാം ദിനം എന്ന് പറയുന്നത് ഒരു സാപത്താചരണമായിട്ട് യഹൂദർ കരുതിപ്പോകുന്നു. ആ 8-ാം ദിനത്തെ അവർ മഹാദിനം എന്നും വിളിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം നീണ്ട 40 വർഷക്കാലം മരുഭൂമിയിൽ യാത്ര ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ് 7 ദിനത്തെ ഈ ആഘോഷങ്ങൾ. ഈ തിരുനാളിൽ ജെറുസലേം ദേവാലയത്തെയും അതിമനോഹരമായ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും അതോടൊപ്പം ഈ 7 ദിവസവും സീലോഹായിലെ കുളത്തിൽ നിന്ന് ഒരു സ്വർണ്ണപാത്രത്തിൽ ജലമെടുത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ ബലിപീഠത്തിങ്കൽ ഒഴിക്കുകയും ചെയ്യുന്ന ആചാരങ്ങൾ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ജെറുസലേം ദേവാലയം രക്ഷയുടെ അടയാളമായും ബലിപീഠത്തിൽ ഒഴിക്കപ്പെടുന്ന ജലം മഴയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള യാചനയായും അവർ കരുതിപ്പോരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈശോ താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളിൽ നാം കാണുന്ന ഇസ്രായേലിൻ്റെ അന്ധകാരം നീക്കുന്ന ഭാവി രാജാവ് അത് മിശിഹായെ പറ്റിയുള്ള ഒരു പ്രവചനമാണല്ലോ. പാപം മൂലം അന്ധകാരത്തിലായിരുന്ന ജനം ലോകത്തിലേക്ക് കരുണാമയനായ പിതാവായ ദൈവം വെളിച്ചമായിട്ട് തൻ്റെ പുത്രനെ അയച്ചു. ഈശോ നൽകിയ വെളിച്ചമാണല്ലോ പിതാവിലേക്കുള്ള ഏക വഴി. ഈശോയെ നിന്ദിക്കുന്ന നിങ്ങൾ എന്നേക്കും പാപത്തിൻ്റെ അന്ധകാരത്തിൽ ചരിക്കുന്നുവെന്ന് ഈശോ യഹൂദർക്ക് ഈ അവസരത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഈശോ നടത്തുന്ന മറ്റൊരു പ്രഖ്യാപനം ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നതാണ്. ഈശോ ഈ വാക്കുകൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 9-ാം വാക്യം കടമെടുത്തുകൊണ്ടാണ് ജനങ്ങളെ പ്രബുദ്ധരാക്കുന്നത്. ജീവജലത്തിൻ്റെ ഒഴുക്ക് എന്നതുകൊണ്ട് ഈശോ അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം തന്നെയാണ്. അവിടുന്നാണ് ആത്മാവിനെ നൽകുന്നതെന്നും ആത്മാവാണ് കൃപയുടെ നീർച്ചാലെന്നും ഒരിക്കൽ കൂടി ഈശോ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വെളിച്ചം, ജീവജലം എന്നതൊക്കെയും വളരെ ഗഹനമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകൾ ആണല്ലോ. ദൈവികമായ രഹസ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വെളിച്ചമായിട്ട് ലോകത്തിലേക്ക് വന്ന മിശിഹായെ സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ഉണ്ടായേ തീരൂ. ലോകം ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളിൽ മയങ്ങി ഒരുപക്ഷെ മിശിഹ എന്ന വെളിച്ചം നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. ഈ നോമ്പുകാലത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്കായും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം.